നമസ്കാരം മാഡം. നിങ്ങൾ കണ്ണൂരിൽ നിന്നല്ലേ വരുന്നത്? ഇത് എങ്ങനെയാണ് ഈ റിയ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? ഒന്ന് വിശദമാക്കാം. ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത് ത്രൂ ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ ഇതിനൊരു പ്രത്യേകത, ഇവരുടെ ട്രീറ്റ്മെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്നത് ഒരു കൺസൾട്ടേഷനാണ്, ബട്ട് ഡോക്ടറെ ഡയഗ്നോസ് വാസ് 100%. അതുകൊണ്ടാണ് 21 ഡേയ്സ് താമസിച്ചിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ട്രീറ്റ്മെൻറ്റ് എടുത്തു. എൻ്റെ ഹസ്ബൻഡിന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് ഐ തിങ്ക് ബൈ 1 മന്ത് അത് കുറഞ്ഞു കിട്ടും. അവരെ മെഡിസിൻ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. അതിനുശേഷം ഫോളോ അപ്പിന് ഞാൻ വരുന്നതാണ്. മാം, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഈ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൽ അനുഭവപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? മാറ്റങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഓഫ് മോഡിൽ പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. പാർക്കിൻസൺസ് ആണ് എന്ന് ഡയഗ്നോസ് ആയ പിന്നെ റീസെൻ്റ്ലി ഇടയ്ക്ക് ഒരു രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഓഫ് മോഡിൽ പോകും. ആ ഓഫ് മോഡിൽ പിന്നെ പീരിയഡ് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഓഫ് മോഡിൻ്റെ പീരിയഡ് ഇപ്പോഴും കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോസ്റ്റ് പിന്നെ ഡിസ്ചാർജ് സമയത്ത് അതിൻ്റെ മരുന്നുകളൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ എക്സാക്റ്റ് വാട്ട് ഈസ് ഗോയിങ് ഓൺ വിത്ത് ഹിം എന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മാം, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വിവിധ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഡോക്ടർ റിയ ആയുർവേദ ഹോസ്പിറ്റലിൽ എന്ത് പ്രത്യേകതയാണ്? പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തല പൊതിച്ചലും തളം വിടലും ഇതൊക്കെ ഞാൻ വേറെ ആയുർവേദിക് സെൻറ്ററിൽ കണ്ടിട്ടില്ല. ഇനി അത് ഇപ്പോഴും ഉണ്ടോ അതും എനിക്കറിയില്ല. ബട്ട് ഇതൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഈ റിയ ആയുർവേദ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലായിട്ടാണോ തോന്നിയത്? ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണോ? അറ്റ്മോസ്ഫിയർ ആണ്. ചില സമയത്ത് സ്റ്റാഫിൻ്റെയോ അല്ലെങ്കിൽ ചികിത്സാ രീതിയിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ രീതിയിലോ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സം ടോട്ടൽ ഐ ലൈക്ഡ് ദ അറ്റ്മോസ്ഫിയർ. പൊതുവിൽ നമ്മുടെ ഡോക്ടറെ കുറിച്ചും അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായം എന്താണ് മാമിൻ്റെ? എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. പ്രസാദ് കുറച്ച് സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ചിലപ്പം പേഷ്യൻസ് അനുസരിച്ചിട്ട് പോകും. പ്രസാദിൻ്റെ സ്ട്രിക്ട്നെസ്സാണ് പേഷ്യൻറ്റിൻ്റെ എന്തായാലും പറയുക ആ ട്രാക്കിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് കേൾക്കില്ല. മൊത്തത്തിൽ ടോട്ടൽ, അതായത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിപ്പം നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ പോവുകയാണല്ലോ, ഇപ്പം മുൻപുണ്ടായിരുന്നതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമാണ് ഇദ്ദേഹത്തിൽ പ്രകടമാകുന്നത്? കാര്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ആ വ്യത്യാസം പറയാറായിട്ടില്ല. എനിക്ക് ഒരു ഹോപ്സ് ആഫ്റ്റർ 21 ഡേയ്സ് ഇപ്പോൾ ഇതൊക്കെ റെസ്റ്റ് ഇത് കഴിഞ്ഞാൽ റെസ്റ്റൊക്കെ എടുത്താൽ ഐ ആം ഹാവിങ് 100% ഹോപ്സ് ദാറ്റ് യു വിൽ ബി ബെറ്റർ ഓഫ്. ഓക്കെ മാം, താങ്ക് യു.